നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, നമുക്ക് മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇവിടെ ശ്രീ ഇന്ദുചൂടൻ സൂചിപ്പിച്ചതുപോലെ ഭാഷാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ, ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ, തീവ്രവാദം ഉണ്ടെങ്കിൽ എന്ത് സ്വാതന്ത്ര്യം, നിങ്ങൾ എന്ത് ധൈര്യത്തിലെ പുറത്തിറങ്ങാൻ, നിങ്ങളുടെ അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കില്ല. ആ സ്വാതന്ത്ര്യം അർത്ഥവത്താക്കണമെങ്കിൽ തീവ്രവാദം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെടണം. അങ്ങനെ നീക്കം ചെയ്യപ്പെടാൻ ഭാരതത്തിലെ ജനത ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പോരാടണം. ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗം പോലും അതിന് വിരുദ്ധമായിട്ട് നിന്നാൽ, അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ ഉള്ള യുദ്ധത്തിൽ മാറി നിന്നാൽ അത് തീവ്രവാദത്തിന്റെ വിജയമായിരിക്കും. അതുകൊണ്ട് തീവ്രവാദം ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ്. തീവ്രവാദത്തിനെതിരെ ലോകത്തുണ്ടാകുന്ന മുന്നേറ്റത്തിന്റെ നേതൃത്വം ഇന്ന് ഭാരതത്തിനാണ്. ആ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ തീവ്രവാദത്തെ ഭൂമുഖത്ത് നിന്നും പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാനുള്ള ശ്രമങ്ങളിൽ ഭാരതീയർ എന്നുള്ള നിലയ്ക്ക് നാം ഒറ്റക്കെട്ടായി നിന്ന് ഒരാൾ പോലും മാറി നിൽക്കാതെ തീവ്രവാദത്തിനെതിരായി സീറോ ടോളറൻസ് നിലപാടെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗീയ രാമചന്ദ്രനും ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ ഭാരതം ലോകത്തിന്റെ നെറുകയിൽ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ലോകശാന്തിക്കായി, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മളുടെ ആപ്തവാക്യത്തിന്റെ സാക്ഷാത്കാരത്തിനായിട്ട് നമുക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ രാമചന്ദ്രന്റെ ബലിദാനത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.